പണക്കാരുടെ നല്ലൊരു സ്കീമിനെ പറ്റി എനിക്കറിയാൻ പറ്റി. എഴുതിയെടുത്തോ. നല്ലൊരു സ്റ്റോക്ക് വാങ്ങുക, എന്നിട്ട് ഒരിക്കലും അത് വിൽക്കാതിരിക്കുക. ഇതെന്ത് മണ്ടത്തരാ? ഇത് മണ്ടത്തരമല്ല, ഇത് ആക്ച്വലി വാരൻ ബഫറ്റിന്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ് ആണ്. ഫോർ എവർ. മിസ്റ്റർ ബഫറ്റ് കൊക്കക്കോളയുടെ 1 ബില്യണോളം മൂല്യമുള്ള ഷെയറുകൾ 80കളിൽ വാങ്ങിയിരുന്നു. 30 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് അതിന്റെ മൂല്യം ഏകദേശം 25 ബില്യൺ ആണ്. അദ്ദേഹം മാത്രമല്ല, ലേക്ക് മിസ്റ്റർ രാകേഷ് ജുൻജുൻവാലയുടെ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ 10 വർഷമോ അതിലധികമോ അദ്ദേഹം കൈവശം വച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്ററുടെ ആവറേജ് ഹോൾഡിംഗ് പീരീഡ് എത്രയാണെന്ന്? നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏതാണ്ട് പകുതിയോളം ഇൻവെസ്റ്റേഴ്സ് 2 വർഷത്തിലധികം ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാറില്ല. ആരെങ്കിലും 1999 ജൂണിന് ശേഷം ഒരു 15 വർഷത്തോളം ഏതെങ്കിലും പോയിന്റിൽ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് മിനിമം 7% ആനുവൽ റിട്ടേൺ കിട്ടാൻ 100% ചാൻസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ബുദ്ധിയുള്ളവർ പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ടൈമിംഗ് ദ മാർക്കറ്റ് ബട്ട് ഇറ്റ്സ് ടൈം ഇൻ ദ മാർക്കറ്റ്.